മലയാളത്തിൽ മൂടി പുതച്ച് അഭിനയിക്കും. തമിഴിൽ എത്തുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അങ്ങനെ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തെ തൻ്റേടപൂർവ്വം നേരിട്ട ഒരൊറ്റ നടിയേ ഉള്ളൂ കാർത്തിക. കാർത്തിക നായകൻ എന്ന ചിത്രത്തിൽ കമൽഹാസൻ്റെ മകളുടെ വേഷമായിരുന്നു. അതിൻ്റെ ഫോട്ടോ സെഷനിൽ കമൽഹാസൻ കാർത്തികയെ ചേർത്ത് പിടിച്ചു. കാർത്തിക കമൽഹാസൻ്റെ കൈ തട്ടിമാറ്റി. ആ കരുത്ത് കാർത്തികയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് കാർത്തിക ഒരുപാട് ഓഫർ കിട്ടിയിട്ടും തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. കാർത്തികയുടെ സമകാലിക നടിയാണ് പാർവതി. ഇപ്പോഴത്തെ പാർവതി ജയറാം ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നടിയായിരുന്നു. വിടർന്ന കണ്ണുകളിലൂടെ ഭാവങ്ങൾ സമന്വയിപ്പിക്കുന്ന നടി എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. പാർവതി മലയാളത്തിൽ കടന്നു വന്നത് വിവാഹിതരെ ഇതിലെ എന്ന ബാലചന്ദ്രമേനോൻ ചിത്രത്തിലൂടെയായിരുന്നു. ആ ചിത്രം വലിയ വിജയമായിരുന്നു. അതിനുശേഷം പാർവതി ഒരു തരംഗമായി മാറി മലയാളത്തിൽ. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും നായികയായി. ജയറാമൊത്ത് പ്രണയിക്കുകയും പിന്നീട് ജയറാമിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പാർവതിക്ക് ഭയങ്കര ഈഗോ ആയിരുന്നു അക്കാലത്ത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും സുരേഷ് ഗോപിയുടെയും അങ്ങനെയുള്ള സുന്ദരന്മാരുടെ നായികയായി മാത്രമേ അഭിനയിക്കൂ, അശോകൻ്റെ നായികയായി അഭിനയിക്കില്ല എന്നൊക്കെയുള്ള കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അശോകൻ്റെ നായികയായി പാർവതിക്ക് പല സിനിമകളിലും അഭിനയിക്കേണ്ടി വന്നു. വടക്കൻ വീരകഥയിൽ ഉണ്ണിയാർച്ചയായി ആദ്യം നിശ്ചയിച്ചിരുന്നത് പാർവതിയായിരുന്നു. പക്ഷേ ഉണ്ണിയാർച്ചയുടെ വേഷം തനിക്ക് ചെയ്യാൻ പറ്റില്ല, മുലക്കച്ച കെട്ടി അഭിനയിക്കാൻ പറ്റില്ല എന്ന് പാർവതി MD-യോടും ഹരിഹരനോടും വാശി പിടിച്ചു. അങ്ങനെ ആ വേഷം മാധവി ചെയ്തു. അത് മാധവിയുടെ ക്ലാസിക് വേഷമായി മാറുകയും ചെയ്തു. ഈ പാർവതി പോലും തമിഴിൽ പോയി ഉടുതുണി ഉരിഞ്ഞിട്ടുണ്ട്. പൂവുക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിൽ ത്യാഗരാജനായിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. ത്യാഗരാജൻ മലയാളത്തിൽ എത്തുന്നത് ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ സേലം വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ മലയൂർ മമ്മട്ടിയാൻ എന്ന ക്ലാസിക് ചിത്രത്തിലെ നായകനായി ത്യാഗരാജൻ തിളങ്ങി. കുറച്ചു കാലം തമിഴ്നാട്ടിൽ ത്യാഗരാജൻ്റെ യുഗമായിരുന്നു. ആ കാലത്തുണ്ടായ ചിത്രമാണ് പൂവുക്കൾ ഭൂകമ്പം എന്ന ചിത്രത്തിൽ ത്യാഗരാജനോടൊപ്പം സെക്സിയായി അഭിനയിച്ചു പാർവതിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തമിഴ് നിർമ്മാതാക്കൾ ഡേറ്റ് ചോദിക്കുമ്പോൾ ഇന്ന റോളുകൾ ചെയ്യേണ്ടി വരുമെന്ന് അവർ കൃത്യമായി എഴുതിയിരിക്കും. വലിയ പ്രതിഫലമാണ് പാർവതിക്ക് ആ ചിത്രത്തിൽ ലഭിച്ചത്. എന്തായാലും പൂവുക്കൾ ഭൂകമ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഹിറ്റായി മാറി. കേരളത്തിൽ പൂവുക്കൾ ഭൂകമ്പം ഹിറ്റായി മാറാനുള്ള കാരണം പാർവതിയുടെ നഗ്നത പ്രദർശനമായിരുന്നു. പടം വലിയ ഹിറ്റായി, പാർവതി തമിഴിൽ താരമായി. പിന്നീടാണ് പാർവതിക്ക് അബദ്ധം മനസ്സിലായത്. തേടിയെത്തുന്നതെല്ലാം സെക്സി വേഷങ്ങൾ, ബിക്കിനി അണിഞ്ഞും മറ്റുമൊക്കെ അഭിനയിക്കേണ്ട വേഷങ്ങൾ. പാർവതി പിന്നീട് തമിഴ് സിനിമയിലേക്ക് പോയതേയില്ല. ഇക്കാര്യത്തെക്കുറിച്ച് അന്നത്തെ പ്രശസ്ത വാരികയായ വെള്ളിനക്ഷത്രത്തിലെ ലേഖകൻ സുരേഷ് പറവന്തൂർ പാർവതിയോട് ചോദിച്ചു, പൂവുക്കൾ ഭൂകമ്പത്തിൽ സെക്സിയായി അഭിനയിച്ചതിൽ വിഷമമുണ്ടോ എന്ന്. അപ്പോൾ പാർവതി പറഞ്ഞത് അത് തനിക്ക് പറ്റിയ ഒരു തെറ്റായിരുന്നു എന്നാണ്. മാത്രമല്ല മലയാളികൾ തന്നെ ഒരു ബേബി ശാലിനിയായിട്ടാണ് കരുതുന്നതെന്നും പാർവതി വെച്ചു കാച്ചി. എന്തായാലും പൂവുക്കൾ ഭൂകമ്പം പാർവതിയുടെ അഭിനയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഭിനയത്തെ സംബന്ധിച്ചിടത്തോളം
കറുത്ത ഏടായി മാറി. തമിഴ്നാട്ടിൽ അത് വലിയ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറി. ത്യാഗരാജൻ്റെ സൂപ്പർ ഹിറ്റ് പടമായി അതിന്നും അറിയപ്പെടുന്നു. പൂക്കൾ ഭൂകമ്പം കാണാത്ത പ്രേക്ഷകർ അതൊന്ന് കണ്ടു നോക്കണം. പാർവതിയുടെ സെക്സ് രംഗങ്ങൾ ആ ചിത്രത്തിൽ കാണാം.